ഹലോ, എന്തൊക്കെയാ വിശേഷങ്ങള്? നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിരുന്നോ? എവിടെ വരെ എത്തിയത്? കഴിഞ്ഞ ദിവസം നമ്മൾ ആശയുടെയും ഗോകുൽ ചേട്ടന്റെയും വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തിരിക്കുന്നത് കണ്ടില്ലേ? അപ്പം നമ്മൾ 1 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. വെളുപ്പിന് 1 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. അങ്ങനെ കയറി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി നേരെ കണ്ണൂർ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ചെങ്ങന്നൂർ വീട്ടിൽ നിന്നിട്ടില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമ്മ, കണ്ണൂർ അമ്മമ്മ കുറച്ച് സുഖം ഇല്ലാണ്ടായിട്ട് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മമ്മനെ വേഗം കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു. ഇപ്പൊ ഒരു 7 മണി ആയിട്ടേ ഉള്ളൂ കണ്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു. വരുന്ന വഴിക്ക് എല്ലാ ഫ്രൂട്ട്സും കിട്ടുന്ന ഒരു കടയിൽ നിർത്തി. കാരണം അമ്മമ്മയ്ക്ക് വയ്യാണ്ടിരിക്കല്ലേ, അമ്മമ്മ അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഫ്രൂട്ട്സ് ആണ് മുന്തിരിങ്ങയൊക്കെ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പം അവിടെയുള്ള എല്ലാ ഫ്രൂട്ട്സും കുറച്ച് മേടിക്കാന്ന് കരുതിയിട്ട് പോയി. അവിടെ കണ്ണൂർ ചെന്നാലും കിട്ടും, എന്നാലും നമ്മൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് ചെല്ലണല്ലോ. ഇവിടെ അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ നല്ലത് കിട്ടി, അതുകൊണ്ടാണ്. അപ്പൊ എന്റെ കണ്ണ് പോയത് ഇതിലേക്കാണ്. മേടിക്കണം ഇത് കാണുമ്പോൾ തോന്നും. ഇപ്പോഴല്ലേ ഇതൊക്കെ പുറത്ത് വെച്ച് വിൽക്കാൻ തുടങ്ങിയത്. ആഞ്ഞിലിച്ചക്കയാണ്, നമ്മുടെ ആഞ്ഞിലിച്ചക്ക എന്നൊക്കെ പറയുന്നത് അത്. എന്നാലും കിലോയ്ക്ക് 250 രൂപ 300 രൂപ കൊടുത്ത് മേടിക്കാനുള്ളൊരു മനസ്സ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. കാരണം വെറുതെ പറമ്പിൽ കിടന്ന് കിട്ടിയിരുന്ന സാധനമാണിത്. അന്നൊന്നും ആരും ഇങ്ങനെ നോക്കി വെച്ച് കഴിച്ചിരുന്നൊന്നുമില്ല. ഇപ്പൊ കടയിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം ബാക്കിയെല്ലാം മേടിക്കുമ്പോഴും എന്റെ കണ്ണ് അങ്ങോട്ടാണ് കേട്ടോ. പിന്നില്ലേ, ഈ ഫ്രൂട്ട്സ് ഒക്കെ എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം വിഷമാണെന്നൊന്നും എനിക്കറിയില്ല. നമുക്കിപ്പോൾ ഇതല്ലേ മേടിക്കാൻ പറ്റുള്ളൂ, ഇതല്ലേ കഴിക്കാൻ പറ്റൂ. അവക്കാഡോ ഒക്കെ ഇത്ര 2 കിലോ ഒക്കെ കിട്ടുന്നുണ്ട് 100-150 രൂപയ്ക്ക്. അങ്ങനെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. അത് അത്രയ്ക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും എനിക്കറിയില്ല. നമ്മൾ പക്ഷെ കുറച്ച് സ്നാക്സ് ഒക്കെ വഴിയിൽ നിന്ന് ഇറങ്ങി മേടിച്ചിരുന്നു കേട്ടോ. അമ്മയ്ക്ക് അല്ലാതെ നമ്മുടെ ബേക്കറി ഐറ്റംസും മേടിച്ചു, ഫ്രൂട്ട്സും മേടിച്ചു. വീട്ടിലെല്ലാവർക്കും, നമ്മളും ഇനി അവിടെ നിൽക്കും, അപ്പൊ അങ്ങനെ എല്ലാവർക്കും കഴിക്കാന്ന് കരുതി പോകുന്ന വഴിക്ക് മേടിക്കുന്നതാണ്. കാരണം എല്ലാ പ്രാവശ്യം പോകുമ്പോൾ അങ്ങനെ മേടിച്ചിട്ട് പോകുന്നതാണ്, സ്നാക്സും അല്ലെങ്കിൽ ക്യാൻറ്റീൻ ഐറ്റംസും അങ്ങനെയൊക്കെ. ഈ പ്രാവശ്യം പക്ഷേ ഫ്രൂട്ട്സ് അധികം മേടിച്ചാണ്. ഫ്രൂട്ട്സ് നമ്മൾ ചെല്ലുമ്പോൾ നാട്ടിൽ നിന്നാണ് മേടിക്കാറ്. അപ്പൊ അമ്മമ്മ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇപ്പം മേടിച്ചിട്ട് പോകാന്ന് കരുതി എല്ലാം വാങ്ങി കേട്ടോ. വാങ്ങി ഇതെല്ലാം അടച്ചു വെക്കാൻ നേരം ഇത് അകത്തിരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തിറക്കി ഓരോരോ പാക്കറ്റാക്കി സെപ്പറേറ്റ് വെച്ചിട്ട് കവർ വാങ്ങി വെച്ചു. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോൾ എടുക്കാൻ സൗകര്യമാണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അവിടുന്ന് നമ്മൾ വീണ്ടും വിട്ടു. അപ്പൊ ഈ പ്രാവശ്യം എന്താണെന്നറിയോ, നമ്മുടെ കണ്ണൂര് മാഹി കഴിഞ്ഞ് അങ്ങോട്ടുള്ള സ്ഥലത്തൊക്കെ ഹോട്ടൽ ഉടമകളൊക്കെ ഭയങ്കര പണിമുടക്കോ എന്തോ ആയിട്ട് ഹോട്ടൽസ് ഒന്നും ഇല്ല. ഇത് അറിഞ്ഞോ അറിയാതെയോ ഞാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സും വീട്ടിൽ നിന്ന് അമ്മ കുറച്ച് നമ്മുടെ പേരയ്ക്കൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ചായയൊക്കെ ഫ്ലാസ്കിലിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ വഴി നിർത്തി കഴിക്കുന്നുണ്ട്. അതല്ലാണ്ട് നമ്മൾ എവിടെയും ഫുഡ് കഴിക്കാനൊന്നും കയറിയില്ല. പക്ഷെ നിർത്തിയാണ് വന്നത്, റിലാക്സ് ചെയ്ത്. അങ്ങനെ ഒറ്റ സ്ട്രെച്ചിന് വരാണ്ട് അങ്ങനെ നിർത്തിയാണ് വന്നത്. അങ്ങനെ ശ്രീകണ്ഠപുരത്തെത്തി. എത്തിയപ്പോഴത്തേക്ക് വൈകുന്നേരം ഒരു 6 മണിയായി. അമ്മയെ വിളിച്ചിരുന്നു. അപ്പൊ അമ്മ ഇപ്പതാ വീട്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മളും പുറകെ അങ്ങ് എത്താന്ന് കരുതി. അങ്ങനെ ശ്രീകണ്ഠപുരം ടൗൺ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഏകദേശം സന്ധ്യയായി. ചൂട് കാരണം ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് മഴ പെയ്യുന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ ഇതാ നമ്മൾ പെയിന്റ് അടിച്ചതിന് ശേഷം വീട് ഇപ്പോഴാണ് കാണുന്നത്. വീട്ടിൽ ചെന്ന പാടെ ഞാൻ ക്യാമറ ഓഫാക്കി. കാരണം കുറേ സംസാരിക്കാനുണ്ട്. അമ്മയൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും സംസാരിച്ച് അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മൾ മുകളിൽ റൂമിലേക്ക് പോയി. നമ്മളില്ലാത്തപ്പോൾ ഇവിടെ ആരും കയറാത്തത് കൊണ്ട് പോയിട്ട് പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ മാറ്റി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അതിനുശേഷം രാവിലെ എണീറ്റപ്പം പറഞ്ഞതുപോലെ രാത്രി ഒരു 1 മണി തൊട്ട് തുടങ്ങിയ മഴയാണ്. നല്ല അടിപൊളി മഴയായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേന് കണ്ടത്തിലും പാടത്തും എല്ലാം വെള്ളം പൊന്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഞങ്ങൾ വരുന്നത് ഓർക്കുമ്പോൾ തന്നെ ടെൻഷനായിരുന്നു. കിണറ്റിൽ വെള്ളം ഇല്ലാണ്ടാവുമോ ചൂടായിട്ട്. കാരണം നമ്മൾ അധികവും വെള്ളം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, കുറച്ച് അധികമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അമ്മയും അച്ഛനും അമ്മമ്മയൊക്കെ ആകുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യല്ലോ. ശമ്പൂട്ടൻ കളിച്ചിട്ട് വരുമ്പോഴും എനിക്കാണെങ്കിൽ പാത്രം കഴുകാനൊക്കെ നല്ല വെള്ളം വേണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാണ് നമ്മൾ ചെന്നതും അമ്മ അവിടെ ഇരുന്നതും ഒക്കെ. അപ്പോൾ മഴ കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. കാരണം വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട്. കണ്ടമൊക്കെ ഏകദേശം നിറഞ്ഞു. പാടവും തോട്ടിലൊക്കെ വെള്ളം വന്നു. അങ്ങനെ രാവിലെ അങ്ങനെ പോയി. കുറേ നേരം ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു ഈ മഴയുടെ ബഹളം കാരണം. പക്ഷെ ഇവിടെ പൊതുവേ ഇല്ലേ, എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. എൻ്റെ വീട്ടിൽ ഒരു 4:30-5 ആകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഒരു ആക്റ്റീവ് മോഡാവും. കാരണം രാവിലെ വിളക്ക് കൊളുത്തലും അങ്ങനെ. ഇത് കണ്ടോ, നമ്മുടെ ശമ്പൂട്ടൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെയാണ് പെയിൻ്റടിയുടെ ഭാഗമായിട്ട് എടുത്ത് പുറത്ത് വെച്ച് തന്നത്. ഇതെല്ലാം നാശമായി. ഇനി അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങ് റോഡിലേക്ക് നോക്കിക്കേ. ഇന്നലത്തെ മഴയുടെ ഭാഗമായിട്ട് ജയച്ചിരി അവിടുത്തെ കുറേ ചെടികളൊക്കെ വീണ് കിടപ്പുണ്ട്. അതെല്ലാം പ്രകാശേട്ടൻ രാവിലെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ പറഞ്ഞു വന്നത് അതാണ്, നമ്മളെ വീട്ടിലാണെങ്കിൽ അമ്പലത്തിലെ ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് 4-4:30-5 ആകുമ്പോഴത്തേന് ആക്റ്റീവ് ആവും. ഇവിടെ പക്ഷെ അങ്ങനെ ഒന്നുമില്ല. 6:30 ആകുമ്പോഴേ കണ്ണു തുറന്ന് മെല്ലെ വരുള്ളൂ. 7-7:30 ആവും നമ്മളൊന്ന് ആക്റ്റീവ് മോഡിലേക്ക് എത്തണമെങ്കിൽ.
അപ്പം ഞാൻ കുറേ നേരം ടെറസിലൊക്കെ ഇരുന്ന് ഇങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ താഴെ വന്നു. ശമ്പൂട്ടിന് വേണ്ടിയിട്ട് പാല് കാച്ചി നമുക്ക് എല്ലാവർക്കും വേണ്ടി ചായയൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. അപ്പം ഇന്നലെ വന്നപ്പോൾ തന്നെ കുറേ നേരം സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ അമ്മ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ രാത്രി അരച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി തന്നെ മീൻകറി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ വീഡിയോയിൽ എടുക്കില്ല കേട്ടോ, വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വന്നിട്ട് പിന്നെ ഫോണും കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമത് അമ്മൂമ്മയുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ കസിൻസിൻ്റെ ഒന്നും വീട്ടിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് വന്നത്. കാരണം അമ്മൂമ്മയുടെ കൂടെ ഫുൾ ടൈം ഇരിക്കണം എന്നുള്ള ഒരു വിധത്തിൽ കേട്ടോ. അപ്പം അങ്ങനെ രാത്രിയിലത്തെ മീൻകറി ഉണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദോശയും മീൻകറിയും ഒരു എപ്പോഴും ഒരു നല്ല കോമ്പിനേഷനായിട്ട് തോന്നുന്ന ഒരു ഫുഡാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും. അപ്പം അങ്ങനെ മഴ ഉണ്ടായിട്ടും നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ചു കേട്ടോ. പുളിച്ചു വന്നു, അത്രയ്ക്കും ചൂടും ഉണ്ടായിരുന്നു. അപ്പം വേഗം പുളിച്ചു ഞാൻ 9 മണി 9:30 ആയപ്പോഴാണ് അരച്ചു വെച്ചത്. എന്നാലും നന്നായിട്ട് പുളിച്ചു, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇഡലിക്ക് പറ്റിയ മാവായിരുന്നു. പക്ഷെ എന്താണെന്നറിയോ, കറി നമ്മൾ മീൻകറിയാണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്നാൽ പിന്നെ ദോശയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കില്ലേ പേഴ്സണലി ഈ ദോശ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം. ചപ്പാത്തിയും പൂരിയും ഇടിയപ്പവും പുട്ടും അല്ലെങ്കിൽ അടയോ എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എല്ലാം ഉണ്ടാക്കാം. പക്ഷേ ഈ ദോശ തന്നെ മാത്രം എനിക്ക് എന്തോ ഇഷ്ടമല്ല. ഇവിടെ നമ്മൾ ഉണ്ടാക്കി അപ്പം കഴിക്കുകയല്ല, ആദ്യം നമ്മൾ ഉണ്ടാക്കി എല്ലാം കാസറോളിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക ചെയ്യുക. അത് ഇവിടെ ആണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെയല്ല. ചേച്ചി ചുട്ട് അപ്പം കൊടുക്കും, ആൾക്കാർ വന്ന് മേടിച്ച് കഴിക്കും. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് സന്തോഷം. ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ഒരുമിച്ച് ഒരേപോലെ ഷെയർ ചെയ്ത്, ഇനി അല്പം കുറവാണെങ്കിലും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിക്കുന്നതാണ് എനിക്കൊരു സന്തോഷം. ബാക്കി എനിക്ക് എല്ലാവരും അങ്ങനെ ആവണം എന്നാണ് ഞാൻ വിചാരിക്കുക. അല്ലെങ്കിൽ ആണുങ്ങൾക്ക് കുറച്ച് അങ്ങ് കൊടുത്തിട്ട് പെണ്ണുങ്ങൾ മാറി ഇരുത്തിട്ടില്ലാത്തതുപോലെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പ്രജയ്ക്ക് തീരെയില്ല. പ്രജയുടെ നിർബന്ധമാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ മതി. അപ്പം ശമ്പൂട്ടിനൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ വൈകുന്ന ദിവസം പ്രജി വീട്ടിലുണ്ടെങ്കിലും 1 മണിക്കൊന്നും ലഞ്ച് കഴിക്കില്ല. കാരണം 2:30 അവൻ വരുന്നിടം വരെ നമ്മൾ കാത്തിക്കും, എന്നിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് പതിവ്. എൻ്റെ വീട്ടിലാണ് അങ്ങനെ തന്നെയാണ്. നമ്മൾ എല്ലാവരും വന്നതിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ്. ഒരു 10 മിനിറ്റ് ബാക്കിയുള്ളവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ദോശയെല്ലാം ചുട്ടു. ഇവിടുത്തെ അപ്പം എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ദോശ ഇങ്ങനെ ചുട്ടി കാസറോളിൽ വെക്കുമ്പം എനിക്കത് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. എല്ലാവർക്കും ചൂടോട് കല്ലിൽ നിന്ന് ഇങ്ങനെ കഴിക്കാനല്ലേ സുഖമുള്ളൂ. അപ്പം നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, അപ്പം നമ്മളൊരു 5-6 പേരുണ്ട്, 5-6 പേർക്ക് വേണ്ടി ചുട്ട് വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ദോശയൊക്കെ അങ്ങ് സോഫ്റ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ തട്ടുദോശ പോലെ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയാലും കുഴപ്പമില്ലല്ലോ. പക്ഷെ നമ്മൾ വീട്ടിൽ കുറച്ച് വലിയ ദോശ ഉണ്ടാക്കുന്നത് അങ്ങനെ. അപ്പോൾ ദോശയും മീൻകറി എല്ലാം കൂട്ടി കഴിച്ച് ആ ദിവസം ഫുൾ അമ്മമ്മയുടെ കൂടെ അങ്ങനെ ചിലവഴിച്ചു. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളിന്ന് പറശ്ശിനിയിൽ പോകുന്നുണ്ട്, നന്ദൂട്ടൻ്റെ നക്ഷത്രമാണെന്നൊക്കെ. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ നമ്മളും വരാം. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഡേറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പം എന്തായാലും വേഗം പോയില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിലോ ലീവിന് മുമ്പ് നിന്ന് പേടിച്ചിട്ട് അപ്പം നമ്മളും പറഞ്ഞു, എന്നാൽ പിന്നെ നമ്മളും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നിന്ന് അടുത്താണ് ചേച്ചിയുടെ വീട്. നമുക്കാണ് കുറച്ചൊരു 1/2 മണിക്കൂർ യാത്രയുള്ളത്. അപ്പോൾ അങ്ങനെ പറശ്ശിനിയിൽ എത്തി. നമുക്ക് എല്ലാ പ്രാവശ്യം ലീവിന് വരുമ്പോഴും നമ്മൾ പറശ്ശിനിയിൽ പോവാതെ എവിടെയും പോയിട്ടില്ല. ഈ പ്രാവശ്യം പക്ഷേ കുറച്ച് സ്പെഷ്യലായിരുന്നു. നമുക്ക് ചെയ്ത് കിട്ടപ്പെടും അല്ലെങ്കിൽ സാധിക്കപ്പെടും എന്ന് തോന്നിയാൽ പോലും നമ്മുടെ ചില ആഗ്രഹങ്ങൾ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ അതേപോലെ നമുക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നമ്മൾ മുത്തപ്പനെ വന്ന് കാണാൻ വേണ്ടി വന്നു. അങ്ങനെ സാധാരണ നമ്മുടെ അമ്പലങ്ങളിലെ പോലെ അർച്ചനയോ വഴിപാടുകളോ അങ്ങനത്തെ വഴിപാടുകളുണ്ട്. പക്ഷെ പൈൻകുറ്റി പോലുള്ള വേറെ നമ്മുടെ സാധാരണ അമ്പലങ്ങളിലെ പോലെ പുഷ്പാഞ്ജലി അങ്ങനെ അർച്ചന അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല ഇവിടെ. അപ്പം എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇതിൻ്റെ ഒക്കെ കഴിപ്പിക്കാന്നേ ഉള്ളൂ, ഇതിനൊന്നും പ്രസാദം നമുക്ക് കിട്ടില്ല. അപ്പം എനിക്ക് വലിയ ഐഡിയ ഇല്ല. സ്ഥിരമായിട്ട് അമ്മനെ കൊണ്ട് വരുമ്പോൾ അമ്മ എന്താണോ ചെയ്യുന്നത് അതിനൊപ്പം കൂട്ടി നിൽക്കുക എന്നല്ലാണ്ട് ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഒരു വിളക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ വിളക്കെല്ലാം മേടിച്ച് നേരെ മുത്തപ്പന് കൊണ്ടുപോയി കൊടുത്തു. മുത്തപ്പന് കൊടുക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം ഉച്ച സമയത്താണല്ലോ അവിടെ ചെന്നിരിക്കുന്നത്. അപ്പം മുത്തപ്പൻ അവിടെ കാണില്ല, നട അടച്ചിട്ടാവും ഉണ്ടാവും. അപ്പം നമ്മൾ നടക്കി വെച്ചിട്ട് പോരുവാണ് ചെയ്യാം. അപ്പം അകത്തേക്ക് നമുക്ക് വീഡിയോ ഒന്നും അലൗഡ് അല്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ അകത്ത് കയറി തൊഴുത് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. അപ്പോൾ അതിന് മുമ്പേ കടവിൽ പോയിട്ട് കാലൊക്കെ നനച്ചിട്ട് അകത്ത് കയറി തൊഴുത് പ്രസാദമൊക്കെ മേടിച്ചു. അപ്പോഴത്തേക്ക് ചേച്ചിയും മക്കളും എത്തിയിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടെ അവിടെ പോയിട്ട് പയറും തേങ്ങയും ചായയും ഒക്കെയാണ് അവിടുത്തെ പ്രസാദം. അതെല്ലാം കഴിച്ചതിന് ശേഷം ഊണിന് വേണ്ടിയുള്ള ക്യൂവിൽ നിന്നു കേട്ടോ. അപ്പോൾ ആൺപടകളെല്ലാം ഒരു വഴിക്കും വിട്ടു. നമ്മൾ രണ്ടുപേരും സമാധാനമായിട്ട് ഇവിടെ നിന്നു കേട്ടോ. റെജി 3 മക്കളെയും കൊണ്ട് അങ്ങോട്ടും പോയി. നമ്മൾ പെണ്ണുങ്ങളുടെ ക്യൂവിലും കയറി. ശമ്പൂട്ടിനെയും കുഞ്ഞൂട്ടിനെയും നമ്മൾ നമ്മുടെ കൂടെ നിർത്താറാണ് പതിവ്.
പക്ഷെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. കാരണം എത്ര നാളാണ് നമ്മളിങ്ങനെ ഒതുക്കി പിടിച്ച് നിൽക്കുക മക്കളെ, അവരും സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണ്ടേ. അപ്പൊ പ്രജിക്കാവുമ്പോൾ 3 ആളെയും കൂടെ ഒരുമിച്ച് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരവരുടെ കാര്യം നോക്കിക്കോട്ടെ എന്നൊക്കെ കരുതി. അപ്പം അങ്ങനെ നമ്മളിതാ ചോറ് മേടിക്കാനുള്ള ക്യൂ ആണ്. ചോറും സാമ്പാറും ഇഞ്ചിക്കറി പോലത്തെ ഒരു കറി, ഇഞ്ചിക്കറി അല്ല, തൈര് ഒഴിച്ചിട്ടുള്ള ഇഞ്ചിക്കറിയില്ലേ, തൈര് ഒഴിച്ച് തേങ്ങ അരച്ചിട്ട് കടുക് വറുത്തിട്ടൊരു കറിയാണ്. നമ്മുടെ പ്ലേറ്റിലേക്ക് ഈ ചോറ് അവർ ഒരു അര സ്പൂണാണ് ഇടുക. അപ്പം നമുക്ക് തോന്നും നമുക്ക് വയറ് നിറയില്ല, നമുക്ക് കുറേ വിശപ്പുണ്ട് എന്നൊക്കെ. പക്ഷേ അത് നമ്മൾ മൊത്തം കഴിച്ചെടുക്കാൻ നല്ല സമയം എടുക്കും. അത് ഒരു അരിമണി പോലും നമുക്കിനി ചെല്ലില്ല എന്ന് അത്രയും വയറ് നിറഞ്ഞു പോകും അവിടുന്ന് കഴിച്ചാൽ. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ കടയിൽ വന്നു കേട്ടോ. നമുക്കൊരു കൃഷ്ണനെ വേണമായിരുന്നു. നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൃഷ്ണൻ നോക്കുമ്പം പൊട്ടിയിരിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ പെയിന്റിങ്ങിന്റെ ഭാഗമായിട്ട് അത് വീണ് പൊട്ടിയതാണ്, നമുക്ക് എന്തായാലും ഒരെണ്ണം മേടിക്കണം എന്ന് പറഞ്ഞു. അമ്മ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കണം എന്നൊരു മൈൻഡ് എനിക്കുണ്ട് കേട്ടോ. കാരണം ബാക്കി അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചങ്ങോട്ട് തള്ളി വെക്കും. പക്ഷെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ്, രണ്ടമ്മമാരും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സ്വസ്ഥത കുറവാണ്. അത് അമ്മമാരായാലും ചേച്ചിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് കൃഷ്ണനെ മേടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നേരെ എത്തിയത് ചേച്ചിയുടെ വീട്ടിലേക്കാണ്. പ്രജി എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം എന്താ നോക്കൂ, ചേച്ചിയും നന്ദവും കൂടെ അക്ഷയ വരെ പോയിരിക്കുകയാണ് എന്തോ കാര്യത്തിന്. മക്കൾ രണ്ടുപേരും കളിക്കുന്നുണ്ട് അകത്ത്. ഇവിടെ കണ്ടോ മതിൽ പണിയൊക്കെ ആയിരുന്നു. നല്ല മഴ വരാനുള്ള ഇങ്ങനെ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നല്ല ചൂട്, നല്ല കുമിർച്ചയൊക്കെ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ ചിക്കനൊക്കെ മേടിച്ചിട്ട് തരാം, ബ്രെഡും ചിക്കനോടെ കഴിക്കാം. ഞങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ട, വയറ് നിറഞ്ഞിരിക്കുകയാണ്, ഒരു സാധനം വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ചേച്ചി വരുമ്പോൾ ചായക്കടിയൊക്കെ മേടിച്ചോണ്ട് വന്ന് ചായയെല്ലാം കൂട്ടി കഴിച്ചു. ഏട്ടൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്തു. ഏട്ടനെയും കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കുഞ്ഞിനെയും കൂടെ കൂട്ടുന്നുണ്ട്, ചേച്ചിയുടെ ഇളയ മോനെയും കൂടെ നമ്മൾ കൂടെ കൂട്ടുന്നുണ്ട്. അവൻ ആദ്യമായിട്ടാണ് അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ആ ചേച്ചി ഇല്ലാതെ ഒരിടത്തേക്ക് മാറി നിൽക്കുന്നത്. എനിക്കെന്തോ ഒട്ടും ടെൻഷൻ ഇല്ലായിരുന്നു അവനെ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ചേച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, മാറി നിൽക്കുമോ, കരയോ. മീൻസ് വലിയ കുട്ടി ആയെങ്കിലും അവൻ ഇതുവരെ മാറി നിന്നിട്ടില്ലല്ലോ. പക്ഷെ മൂത്താള് നന്ദു ഏകദേശം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൊട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾ തന്നെയാണ്. എല്ലാ വെക്കേഷനും വന്ന് നിൽക്കുന്നതൊക്കെയാണ്. അപ്പോൾ കുഞ്ഞുനെയും കൂട്ടി ഞങ്ങൾ വന്ന് കൃഷ്ണനെ അമ്മമ്മയുടെ കയ്യിലോട്ട് നേരെ കൊടുത്തു. അമ്മമ്മയ്ക്ക് നല്ല സന്തോഷമായി, ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം കടന്നു പോയത്. ഇനി കണ്ണൂരിലെ വേറെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും പറശ്ശിനി അമ്പലവും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണേ.